ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാനുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്സ് ആൻഡ് ലിമിറ്റ്സ് ആണ്. അപ്പോൾ ഈ ഡെറിവേറ്റീവ്സ് അതുപോലെ ലിമിറ്റ്സ് ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആണ്. കാരണം പ്ലസ് ടുവിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്താണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ, എന്താണ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെറിവേറ്റീവ് വെച്ചാണ്. Okay, the basic idea of derivatives is introduced in two ways. That is, first one is physical way and second one is geometrical way. That is, we have two ways to introduce our derivative. That is, first one, physical way. In physical way, it is the problem of finding the velocity of a moving object. അതായത് മൂവിങ് ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഫിസിക്കൽ വേയിൽ നമ്മൾ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ജോമെട്രിക്കൽ വേ. It is the problem of finding the slope of the line segment to a graph. ഓക്കെ, ജോമെട്രിക്കലി നമ്മൾ എങ്ങനെ ഡെറിവേഷൻ കണ്ടുപിടിക്കാം അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലൈൻ സെഗ്മെന്റിനെ ഗ്രാഫിലേക്കുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ജോമെട്രിക്കൽ വേയിൽ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഫിസിക്കൽ വേ, ജോമെട്രിക്കൽ വേ, ടു വേസ് ആണ് എന്തുള്ളത് ഡെറിവേഷൻ കണ്ടുപിടിക്കാനുള്ള ടു വേസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഫിസിക്കൽ വേയും ഒന്ന് ജോമെട്രിക്കൽ വേയും. ഓക്കെ, ദെൻ വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പ്ലസ് ടു ക്ലാസ്സുകളിൽ ഫിസിക്സിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് എത്രത്തോളം അത് ഡിസ്റ്റൻസ് മൂവ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ദ ടൈം, അതാണ് എന്ത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതാണ് നമ്മളിവിടെ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെലോസിറ്റി. ടു അനലൈസ് വെലോസിറ്റി, ഇമാജിൻ എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഫ്രം എ ഫിക്സ്ഡ് പോയിന്റ് O. അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വെലോസിറ്റി ഡിസ്കസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു മൂവിങ് പാർട്ടിക്കിൾ എടുക്കുക. മൂവിങ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ബസ് എടുക്കാം, അല്ലെങ്കിൽ കാർ എടുക്കാം, അല്ലെങ്കിൽ ഒരാൾ ട്രാവൽ ചെയ്യുന്ന എന്തെങ്കിലും എടുക്കുക, ഒരു വീഡിയോ എടുക്കുക. അതായത് പാർട്ടിക്കിൾ മൂവ് ചെയ്യണം അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ എടുക്കുക ഫ്രം എ ഫിക്സ്ഡ് പോയിന്റ് O. ഒരു O എന്ന് പറഞ്ഞ ഒരു ഫിക്സ്ഡ് പോയിന്റ് നിന്ന് അയാൾ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ട്രാവൽ ചെയ്യുന്ന നമ്മൾ കൺസിഡർ ചെയ്യാം. Okay, then the function y equal to f of x describe the position of the moving particle at the time x. Here x designate the time in seconds and y designate the distance traveled in x second. അതായത് y equal to f of x എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളുണ്ടല്ലോ, ഒരു മൂവിങ് പാർട്ടിക്കിൾ ഉണ്ടല്ലോ, അത് എക്സ് ടൈമിൽ അത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ദൂരം അയാൾ കവർ ചെയ്തു. അതായത് y എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ടൈമിൽ അയാൾ എത്ര ദൂരം എടുത്തിട്ടുണ്ട്, അതായത് എത്ര ദൂരം അയാൾ കവർ ചെയ്തു എന്നാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈമാണ്. അത് എക്സ് ടൈമിൽ അയാൾ y ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അപ്പോൾ അവിടെ ഈ എഫ് ഓഫ് എക്സിൽ നമ്മൾ എക്സ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ എന്ത് വരും, നമുക്ക് 2 സെക്കൻഡിൽ അയാൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ട് നമുക്ക് y കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ടൈമാണ്, y എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് അയാൾ ട്രാവൽ ചെയ്തു ഇൻ എക്സ് സെക്കൻഡ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളത് ജസ്റ്റ് നമ്മൾ അതിന്ന് എങ്ങനെ നമുക്ക് ഡെറിവേറ്റീവിലേക്ക് പോകാന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, suppose that the particle passes the points P and Q at the time x0 and x0 plus delta x respectively. ഫിഗർ നോക്കുക. ഓക്കെ, ഇഫ് y0 and y0 plus delta y ആർ ദി റെസ്പെക്റ്റീവ് ഡിസ്റ്റൻസസ് ഫ്രം P ആൻഡ് Q ഫ്രം O. അതായത് നമ്മൾ ആ മൂവിങ് പാർട്ടിക്കിൾ എടുത്തല്ലോ, അത് ഫിക്സഡ് പോയിന്റ് ഓയിൽ നിന്ന് പിയിലേക്ക് പോയി, ദെൻ പിയിൽ നിന്ന് ക്യൂയിലേക്ക് പോയി. അപ്പോൾ പിയിലെത്താൻ അയാൾ എടുത്തിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ x0 ആണ്. x0 പ്ലസ് ഡെൽറ്റ എക്സ് ടൈം എടുത്ത് അയാൾ ഓയിൽ നിന്ന് ക്യൂവിലേക്ക് എത്താൻ, അതായത് പിയിൽ നിന്ന് അയാൾ ക്യൂവിലേക്ക് എത്താൻ ഡെൽറ്റ എക്സ് ടൈമാണ് എടുത്തിട്ടുള്ളത്. ടോട്ടലാണ് x0 പ്ലസ് ഡെൽറ്റ എക്സ് ടൈമാണ്. അപ്പോൾ x0 ടൈമിൽ അയാൾ എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, y0 ആണ്. ഓക്കെ, അതായത് പി എന്ന് പറഞ്ഞ പോയിന്റിൽ x0 ആണ് ടൈം എങ്കിൽ അയാൾ എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് പറഞ്ഞാൽ y0 ആണ്. ആൻഡ് ക്യൂവിൽ എത്രയായിരിക്കും, y0 പ്ലസ് ഡെൽറ്റ വൈ. അതായത് y0 ആൻഡ് y0 പ്ലസ് ഡെൽറ്റ വൈ ആർ ദി റെസ്പെക്റ്റീവ് ഡിസ്റ്റൻസ് ഓഫ് പി ആൻഡ് ക്യൂ ഫ്രം ദി ഫിക്സ്ഡ് പോയിന്റ് O. ദെൻ നമുക്കറിയാം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. അതായത് എക്സ് ടൈമിൽ അത് എഫ് ഓഫ് എക്സ് ഡിസ്റ്റൻസ് എടുത്തു, അതായത് y എടുത്തു. ദെൻ x0 ടൈമിൽ എത്ര ഉണ്ടായിരിക്കും, എഫ് ഓഫ് x0 ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് y0 ആണ്. ആൻഡ് എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് എന്തായിരിക്കും, അത് y0 പ്ലസ് ഡെൽറ്റ വൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ x0 ഡിസ്റ്റൻസിൽ അയാൾ എത്ര എടുത്തിട്ടുണ്ടായിരിക്കും, y0 ഈക്വൽ ടു എഫ് ഓഫ് x0ഉം y0 പ്ലസ് x0 ഡെൽറ്റ വൈ ആയിരിക്കും. ഇവിടെ x0 പ്ലസ് ഡെൽറ്റ വൈ അയാൾ എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. അതായത് x0 പ്ലസ് ഡെൽറ്റ എക്സിൽ അയാൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു, എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, y0 പ്ലസ് ഡെൽറ്റ വൈ ആണ്. ഓക്കെ, then average velocity. Next term, average velocity. Average velocity is the distance traveled by a particle divided by the elapsed time. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്നതാണ് അയാൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അതിനെ അയാൾ എടുത്തിരിക്കുന്ന ടൈമും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ.
Therefore, average velocity equal to distance traveled divided by time elapsed ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽ, എത്ര ദൂരം അയാൾ ട്രാവൽ ചെയ്തു അതിനെന്ത് ചെയ്യുക, ടൈം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഈ ഡെൽറ്റ വൈ ഡെൽറ്റ എക്സ്, ഈ ഡെൽറ്റ എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് സ്മോൾ ഡിഫറൻസ് ആണ്. അപ്പോൾ ഡെൽറ്റ എക്സ് എന്നതാണ് ടൈമിൽ ഉണ്ടാകുന്ന സ്മോൾ ഡിഫറൻസ് ആണ് ഡെൽറ്റ എക്സ് എന്നാണ്. അപ്പോൾ ഡെൽറ്റ വൈ ആണ് എന്താണ്? ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന സ്മോൾ ഡിഫറൻസ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടും? ഡെൽറ്റ വൈ ഫിഗറിലേക്ക് നോക്കുക. ഡെൽറ്റ വൈ ആണ് എന്താണ്? പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ദൂരമാണ്. പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ദൂരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ ദൂരം എത്രയാണ്? വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആണ്. ഈ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈയിൽ നിന്ന് ഈ വൈ നോട്ട് മൈനസ് ചെയ്താൽ മതി അല്ലെ. അതായത് ഒ ടു ക്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ മതി? ഒ ടു ക്യൂവും ഒ ടു പിയും നമുക്ക് അറിയാമെങ്കിൽ പി ടു ക്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ആയിട്ടുള്ള ഓയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസിൽ നിന്ന് ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ മതി. അതായത് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈയിൽ നിന്ന് വൈ നോട്ട് മൈനസ് ചെയ്താൽ മതി. വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. വൈ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് ആണ്. Okay, that is average velocity equal to f of x naught plus delta x minus f of x naught divided by delta x. Okay, average velocity important ആണ്. ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ഉള്ളതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. നമ്മൾ വി കൊണ്ട് ഡിനോട്ട് ചെയ്യും, സ്മോൾ എച്ച് വി. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആ വേർഡിലാണ് ഇൻസ്റ്റന്റ്, അറ്റ് ഇൻസ്റ്റന്റിലുള്ള അതിനുള്ള വെലോസിറ്റി ആണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആവറേജ് വെലോസിറ്റി വെൻ ഡെൽറ്റ എക്സ് ഈസ് സഫീഷ്യന്റ്ലി സ്മോൾ. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് വെലോസിറ്റിനാണ്. കണ്ടീഷൻ എന്താണ്? ഡെൽറ്റ എക്സ് എന്തായിരിക്കണം? സഫീഷ്യന്റ്ലി സ്മോൾ ആയിരിക്കണം. അതായത് വെരി സ്മോൾ ആയിട്ട് ഡെൽറ്റ എക്സ് മാറാം. അപ്പോൾ ഡെൽറ്റ എക്സ് വെരി സ്മോൾ ആണ് എന്താണ്? സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമെന്ന് പറയാൻ പറ്റും. അതായത് സീറോയിനെ കൊണ്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു വാല്യൂ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെ. ഡെൽറ്റ എക്സ് സഫീഷ്യന്റ്ലി സ്മോൾ എന്ന് പറയാം. അപ്പോൾ ഡെൽറ്റ എക്സ് സഫീഷ്യന്റ്ലി സ്മോൾ ആകുമ്പോൾ അതിന്റെ ആവറേജ് വെലോസിറ്റി നമ്മൾ എന്ത് വിളിക്കും? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ദാറ്റ് ഈസ് വി. ഓക്കെ, ഈ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, that is delta y by delta x when delta x is nearly 0. Then റിമാർക്ക് ആണ്. ഈ റിമാർക്ക് പറയുന്നത് നമ്മൾ എങ്ങനെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ് ഈ റിമാർക്കിൽ പറയുന്നത്. ദ ഇവാലുവേഷൻ ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വി അറ്റ് ദി പോയിന്റ് എക്സ് നോട്ട് ഓർ അറ്റ് ദി ടൈം എക്സ് നോട്ട് വെൻ ദി പൊസിഷൻ അറ്റ് ടൈം എക്സ് ഈസ് ഗിവൺ ബൈ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കൺസിസ്റ്റ് ഓഫ് ദി ഫോളോവിങ് സ്റ്റെപ്പ്. അതായത് നമുക്കൊരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ തന്നിട്ടുണ്ട് അറ്റ് ടൈം എക്സ് എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം അറ്റ് ദി എക്സ് നോട്ടിൽ. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈൻഡ് ദി ആവറേജ് വെലോസിറ്റി അറ്റ് ഓവർ ആൻ ഇന്റർവൽ ഫ്രം എക്സ് നോട്ട് ടു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. അതായത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് നോട്ട് മുതൽ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഉള്ള അതിന്റെ ആവറേജ് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആയിരിക്കും. ഓക്കെ, അത് ആവറേജ് വെലോസിറ്റി. Then second step ആണ് simplify expression for delta y by delta x as much as possible by cancelling delta x from numerator and denominator. Okay, we can. അതായത് നമ്മളിപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലയിടത്തൊക്കെ ഡെൽറ്റ എക്സ് കോമൺ ആയിട്ട് വരും. അതെന്ത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് ഫൈൻഡ് ദി നമ്പർ വി ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റഡ് ബൈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഫ്രം ഫോർ ഡെൽറ്റ എക്സ് സഫീഷ്യന്റ്ലി സ്മോൾ. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തിന്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി. അതിലെന്ത് ചെയ്യുക? ഡെൽറ്റ എക്സ് നമ്മൾ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യിപ്പിക്കുക. അത് ഡെൽറ്റ എക്സ് നമ്മൾ നിയർലി സീറോ എടുക്കുകയാണെങ്കിൽ ആ വാല്യൂ ആയിരിക്കും അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിട്ടുള്ള വി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ? ദെൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, എന്താണ് ആവറേജ് വെലോസിറ്റി നമ്മൾ പഠിച്ചു, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പഠിച്ചു. അത് വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ലെറ്റ് y ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് എക്സ് റെപ്രസെന്റ് ദി ഡിസ്റ്റൻസ് a bus has traveled in meters after x seconds. Find delta y and the average velocity during the time interval delta x for the following situations. That is, first one x naught equal to 2, delta x is equal to 0.5. Second one x naught equal to 2, delta x is equal to 0.01. Third, x naught equal to 4, delta x is equal to 0.5. അതായത് നമുക്ക് എന്ത് വെച്ചിട്ടുണ്ട്, ഒരു ബസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് എക്സ് സെക്കൻഡിൽ അത് 3x സ്ക്വയർ പ്ലസ് എക്സ് ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തു. അത് y ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് എക്സ് ആണ് നമ്മളുടെ എന്ത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. എക്സ് സെക്കൻഡ്സിൽ അത്രയും ട്രാവൽ ചെയ്തു. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡെൽറ്റ വൈ കണ്ടുപിടിക്കണം, അതുപോലെ ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കണം അല്ലെ. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഗറിലേക്ക് നോക്കാം. എന്താണ്
ഈ റൂലാണ് പി ടു ക്യൂ. അപ്പൊ ഒ ടു ക്യൂവും കണ്ടുപിടിക്കണം, ഒ ടു പിയും കണ്ടുപിടിക്കണം. അതായത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിൽ അതിന്റെ വൈ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ എക്സ് നോട്ടിൽ അതിന്റെ വൈ കണ്ടുപിടിക്കണം. അതായത് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈയും വൈ നോട്ടും കണ്ടുപിടിച്ചാൽ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്ന് വൈ നോട്ട് മൈനസ് നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ വൈ കിട്ടും. ദെൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ആവറേജ് വെലോസിറ്റി കിട്ടും. ഈ ആവറേജ് വെലോസിറ്റിയിൽ ഡെൽറ്റ എക്സ് നമ്മൾ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം. എക്സ് നോട്ട് ഈക്വൾ ടു 2 ഡെൽറ്റ എക്സ് ഈക്വൾ ടു 0.5. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം, എഫ് ഓഫ് എക്സ് നോട്ടും കണ്ടുപിടിക്കണം, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സും കണ്ടുപിടിക്കണം. എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 2 ആയതുകൊണ്ട് നമുക്കത് എഫിൽ എക്സിന് പകരം 2 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. Given that the distance traveled the bus after x second is y equal to f of x, that's equal to 3x square plus x ആണ് അല്ലെ. എക്സ് സെക്കൻഡിൽ അത് എടുക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു 3x സ്ക്വയർ പ്ലസ് എക്സ് ആണ്. ദെൻ എക്സ് നോട്ട് ഈക്വൾ ടു 2 ആകുമ്പോൾ എന്ത് വരും, ആ എക്സിലോടത്തൊക്കെ എന്ത് കൊടുക്കുക, എക്സ് നോട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് എക്സ് നോട്ട് ഈക്വൾ ടു 2 ഡെൽറ്റ എക്സ് ഈക്വൾ ടു 0.5 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ദി ബസ് ട്രാവൽഡ് ആഫ്റ്റർ എക്സ് നോട്ട് ഈക്വൾ ടു 2 സെക്കൻഡ് ഈസ് എന്താ വരിക, വൈ നോട്ട് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് നോട്ട് അല്ലെ. എക്സ് നോട്ടിന്റെ കറസ്പോണ്ടിങ് വൈ എന്താ, വൈ നോട്ട്. ദാറ്റ് ഈസ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് നോട്ട്, ദാറ്റ് ഈസ് ഈക്വൾ ടു എക്സിലോടത്തൊക്കെ എന്ത് കൊടുക്കുക, ഈ എക്സ്പാൻഷൻ എക്സിലോടത്തൊക്കെ എന്ത് കൊടുക്കുക, എക്സ് നോട്ട് കൊടുക്കുക. 3x നോട്ട് സ്ക്വയർ പ്ലസ് എക്സ് നോട്ട്. എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആണ് അല്ലെ. അപ്പൊ എന്ത് കൊടുക്കുക, എക്സ് നോട്ട് കൊടുത്തൊക്കെ 2 കൊടുക്കുക. ദാറ്റ് ഈസ് 3 into 2 സ്ക്വയർ പ്ലസ് 2. 3 into 2 സ്ക്വയർ പ്ലസ് 2 ആണ് എന്ത് വരും, 2 സ്ക്വയർ എന്നാൽ 4 വരും. 3 into 4 എന്നാൽ 12 വരും. 12 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 14 മീറ്റർ ആയിരിക്കും എന്ത്, വൈ നോട്ട് വരിക. ദെൻ നമുക്ക് എന്താ എടുക്കണം, വൈ നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കണം. വൈ നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആണ്. ഓക്കെ, അപ്പൊ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ വൈ നമ്മൾ കണ്ടുപിടിക്കണം. എക്സ് നോട്ട് നമുക്ക് തന്നിട്ടുണ്ട്, ഡെൽറ്റ എക്സ് തന്നിട്ട് അത് നമ്മൾ ആഡ് ചെയ്ത് എന്ത് കിട്ടും, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് 0.5 വരും. ദാറ്റ്സ് ഈക്വൽ ടു 2.5 സെക്കൻഡ്. ഓക്കെ, ആ 2.5 സെക്കൻഡിൽ അത് ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക, വൈ നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ദാറ്റ് ഈസ് എന്ത് ചെയ്യുക, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് നമ്മളുടെ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം കൊടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും, എഫ് ഓഫ് 2.5. എഫ് ഓഫ് 2.5 എന്താണ്, എക്സിലോടത്തൊക്കെ 2.5 കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into 2.5 സ്ക്വയർ പ്ലസ് 2.5. 2.5 സ്ക്വയർ കണ്ടുപിടിക്കുക, ഇൻറ്റു 3 ചെയ്യുക, പ്ലസ് 2.5 ചെയ്യുക. ദാറ്റ്സ് ഈക്വൽ ടു 21.25 മീറ്റർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ എക്സും കിട്ടി, വൈ നോട്ടും കിട്ടി. ദെൻ ഡെൽറ്റ വൈ എന്തായിരിക്കും, ഹെൻസ് ഡെൽറ്റ വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വൈ നോട്ട്. ദാറ്റ്സ് ഈക്വൽ ടു എന്തുവരും, 21.25 മൈനസ് 14, ദാറ്റ്സ് ഈക്വൽ ടു 7.25. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ആ ബസ്സിന്റെ ഡെൽറ്റ വൈ, അത് ഒരു വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈയും വൈ നോട്ടും കണ്ടുപിടിച്ചു. ദെൻ ഡെൽറ്റ വൈ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ അതിന്റെ ആവറേജ് വെലോസിറ്റി എന്ത് വരിക, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ വൈ നമ്മൾ കണ്ടുപിടിച്ചു 7.25 ആണ്. ഡെൽറ്റ എക്സ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ തന്നെ അല്ലെ, 0.5 ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ത് വരും, 7.25 ഡിവൈഡ് ബൈ 0.5 ഈക്വൽ ടു എന്ത് വരും, 14.5 മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, കാരണം മുകളിലുള്ളത് നമ്മളുടെ ഡിസ്റ്റൻസ് ആണ്, താഴെ എന്താണ്, ടൈം ആണ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. Let y equal to x square plus 3x represent the distance a bus has traveled in meters after x second. Find the instantaneous velocity at the time x not equal to 4 second. അപ്പോൾ നോക്കുക, കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ നമുക്ക് വേറെ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അതെന്ത് ചെയ്യുക, നിങ്ങൾ ഒരു എക്സസൈസ് ആയി ചേർത്ത് എടുക്കുക, കാരണം സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് തന്നിട്ടുണ്ട് ഒരു ബസ് ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എക്സ് സെക്കൻഡ്സിൽ, അത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 3x ആണ്. അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കണം അറ്റ് ദി പോയിന്റ് എക്സ് നോട്ട് ഈക്വൽ ടു 4, അറ്റ് ദി ടൈം എക്സ് നോട്ട് ഈക്വൽ ടു 4. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് ടൈം എന്ന് പറഞ്ഞാൽ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറഞ്ഞാൽ എന്താണ്, ആവറേജ് വെലോസിറ്റിയിൽ എന്ത് ചെയ്യാണ്, ഡെൽറ്റ എക്സ് വെരി സ്മോൾ ആയിട്ട് മാറുന്നതാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം എന്തൊക്കെ ആവശ്യമുണ്ട്, ഡെൽറ്റ വൈയും ഡെൽറ്റ എക്സും വേണം അല്ലെ. ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു, ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു എന്തായിരുന്നു, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുള്ളതാണ് എക്സ് സ്ക്വയർ പ്ലസ് 3x ആണ്. എക്സ് നോട്ട് ഈക്വൽ ടു 4 തന്നിട്ടുണ്ട് അല്ലെ. ഗിവൺ ദ ഡിസ്റ്റൻസ് ദാറ്റ് ദ ബസ് traveled after x second. ഇവിടെ the bus traveled after x second is എന്താണ്, f of x is equal to y equal to x square plus 3x ആണ്. Let delta x denote very small positive quantity. The average velocity for a time interval എന്താ വരിക, ഡെൽറ്റ എക്സ് സി സ്റ്റാർട്ടിംഗ് ഫ്രം എക്സ് നോട്ട് ഈക്വൽ ടു 4 അല്ലെ. അപ്പൊ എക്സ് നോട്ട് ആണ് എന്താണ്, 4 ആണ് പറ്റുന്നത്. അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എക്സ് നോട്ട് ഈക്വൽ ടു 4 ആണ്. ദാറ്റ് ഈസ് ഫോർ ദ ടൈം ഇന്റർവൽ 4 to 4 പ്ലസ് ഡെൽറ്റ എക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ.
സ്റ്റാർട്ടിംഗ് പോയിന്റ് 4 ആണ്. ദെൻ ഡെൽറ്റ എക്സും കൂടി നമുക്ക് കണ്ടുപിടിക്കണം. ആ ഡെൽറ്റ എക്സ് എത്ര നമുക്ക് തന്നിച്ചില്ല. അപ്പൊ നമ്മൾ അത് എന്താക്കി എടുക്കാം, ഡെൽറ്റ എക്സ് ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, അപ്പം ഫോർ ദ ടൈം ഇന്റർവൽ 4 to 4 plus ഡെൽറ്റ എക്സ് ഇസ് ഗിവൺ ബൈ ആവറേജ് വെലോസിറ്റി എന്താണ്, average velocity equal to delta y by delta x, that's equal to f of x naught plus delta x minus f of x naught divided by delta x. x naught plus delta x നമുക്കറിയാം എന്താണ്, 4 plus delta x ആണ്. x naught ആണ് 4 ആണ്. അത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് f of 4 plus delta x minus f of 4 divided by delta x. ദെൻ എന്ത് ചെയ്യാം, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 3x ആണ്. അവിടെ എക്സിൽ കൊടുത്തൊന്ന് കൊടുക്കുക, ആദ്യം എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കൊടുക്കുക, ദെൻ എക്സ് നോട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് എക്സ് നോട്ട് 4 പ്ലസ് ഡെൽറ്റ എക്സ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തരും 4 പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് 4 സ്ക്വയർ പ്ലസ് 12 ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ദാറ്റ് ഈസ് 16 പ്ലസ് 8 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് 12 പ്ലസ് 3 ഡെൽറ്റ എക്സ് മൈനസ് 16 മൈനസ് 12 ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് വരും. ഓക്കെ, അതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്തുണ്ട് 16 ഉണ്ട്, ഇവിടെ മൈനസ് 16 ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ പ്ലസ് 12 ഉണ്ട്, ഇവിടെ മൈനസ് 12 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ 8 ഡെൽറ്റ എക്സ് ഉണ്ട്, ഇവിടെ പ്ലസ് 3 ഡെൽറ്റ എക്സിന്റെ കൂട്ടം എത്ര വരും, 11 ഡെൽറ്റ എക്സ് വരും. ഇവിടെ ഡെൽറ്റ എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പൊ ബാക്കി എന്തുണ്ടാവുക, 11 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ ബൈ ഡെൽറ്റ എക്സിനായിരിക്കും. ഇവിടെ ഡെൽറ്റ എക്സ് ഉണ്ട്, ഇവിടെ ഡെൽറ്റ എക്സ് സ്ക്വയർ ഉണ്ട്, താഴെ ഒരു ഡെൽറ്റ എക്സ് ഉണ്ട്. എന്ത് ചെയ്യാം, ഡെൽറ്റ എക്സ് നമ്മൾ ന്യൂമറേറ്ററിൽ നിന്ന് ഡെൽറ്റ എക്സും കോമൺ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ 11 പ്ലസ് ഇവിടെ ഡെൽറ്റ എക്സ് സ്ക്വയറിന്ന് ഒരു ഡെൽറ്റ എക്സ് പോയിട്ടുള്ളൂ, ബാക്കി ഒരു ഡെൽറ്റ എക്സിനായിരിക്കും. ദാറ്റ് ഈസ് 11 പ്ലസ് ഡെൽറ്റ എക്സ് വരും. അപ്പൊ അതിന്റെ ആവറേജ് വെലോസിറ്റി ആണ് 11 പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡെൽറ്റ എക്സ് വെരി സ്മോൾ ആവാം. വെരി സ്മോൾ ആണ് എന്താണ്, സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യാൻ നിയർലി സീറോ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ, ഡെൽറ്റ എക്സ് സീറോ വരുമ്പോഴാണ് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് ദി ടൈം എക്സ് നോട്ട് കിട്ടുക. ഓക്കെ, വെൻ ഡെൽറ്റ എക്സ് ഈസ് വെരി സ്മോൾ ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സീറോ, ആവറേജ് വെലോസിറ്റി ബിക്കം എത്ര വരും, 11 വരും. ഓക്കെ, ഹെൻസ് ദ റിക്വയർഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് ദി ടൈം എക്സ് നോട്ട് ഈക്വൽ ടു 4 സെക്കൻഡ് എത്ര വരും, 11 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം എന്ത് ചെയ്യണം, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ദെൻ ആവറേജ് വെലോസിറ്റിയിൽ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കണം. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ലെറ്റ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 10x റെപ്രസെന്റ് ദി ഡിസ്റ്റൻസ് എ കാർ ഹാസ് ട്രാവൽഡ് ഇൻ മീറ്റേഴ്സ് ആഫ്റ്റർ എക്സ് സെക്കൻഡ്. ഓക്കെ, അപ്പൊ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 10x ആണ് ഒരു കാറ് എക്സ് സെക്കൻഡിൽ ട്രാവൽ ചെയ്തിരിക്കുന്നത് ഡിസ്റ്റൻസ് ആണ് ഈ തന്നിട്ടുള്ളത്, അതായത് എഫ് ഓഫ് എക്സ്. Then question, find the instantaneous velocity at an arbitrary time x naught. ഏതോ ഒരു ടൈം എക്സ് നോട്ട് പെർട്ടിക്കുലർ ടൈം മെൻഷൻ ചെയ്തിട്ടുള്ള എക്സ് നോട്ടിൽ അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ദെൻ അറ്റ് വാട്ട് ടൈം ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഫോർ എക്സ് നോട്ട് കണ്ടുപിടിക്കണം. ദെൻ ആ എക്സ് നോട്ട് ഏത് ടൈം ആകുമ്പോഴാണ് 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമുക്ക് കിട്ടാന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ട്, ആവറേജ് വെലോസിറ്റി ആദ്യം കണ്ടുപിടിക്കാം. ദെൻ ആവറേജ് വെലോസിറ്റിയിൽ ഡെൽറ്റ എക്സ് സീറോയിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യിക്കണം. ഓക്കെ, that is given that the distance the car traveled after x second is given y equal to എന്താണ്, x square plus 10x ആണ്. അതാണ് നമ്മുടെ എന്ത് f of x എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, നമുക്ക് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കണം അറ്റ് ദി പോയിന്റ് എക്സ് നോട്ട്. ലെറ്റ് ഡെൽറ്റ എക്സ് ഡിനോട്ട് വെരി സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി, ദി ആവറേജ് വെലോസിറ്റി ഫോർ എ ടൈം ഇന്റർവൽ ഡെൽറ്റ എക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം എക്സ് നോട്ട് അല്ലെ, ദാറ്റ് ഈസ് ഫോർ ദ ടൈം ഇന്റർവൽ എക്സ് നോട്ട് ടു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. എക്സ് നോട്ട് നമുക്ക് തന്നിട്ടില്ല, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്, അതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിന് എടുക്കാൻ പറ്റുള്ളൂ. Therefore the average velocity എന്ത് വരും, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ത് വരും, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ് വരും. ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. ഓക്കെ, സോറി, ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കൊടുക്കുക. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണല്ലോ, അല്ലാതെ നമുക്ക് കറക്റ്റ് ഒരു പോയിന്റ് തന്നിട്ടില്ല. അപ്പൊ ഈ സ്റ്റെപ്പ് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് ഒഴിവാക്കുക, ഇത് ആവശ്യമില്ല. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ് ആണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ തന്നിട്ടുണ്ട് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ട്. അതിൽ എക്സിന് പകരം ആദ്യം എന്ത് കൊടുക്കുക, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കൊടുക്കുക, ദെൻ എക്സ് നോട്ട് കൊടുക്കുക. ദെൻ എന്ത് കിട്ടും, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു എക്സ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതിനെന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്തപോലെ എന്ത് ചെയ്യാം, അതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചും ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എല്ലാം സോൾവ് ചെയ്യാം. ദെൻ വി ഗെറ്റ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 2 എക്സ് നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് 10 എക്സ് നോട്ട് പ്ലസ് 10 ഡെൽറ്റ എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ മൈനസ് 10 എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് വരും. ദാറ്റ്സ് ഈക്വൽ ടു സോൾവ് ചെയ്തുകൊണ്ട് ദെൻ വി ഗെറ്റ് 2 എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് 10 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ദെൻ വി ഗെറ്റ് 2 എക്സ് നോട്ട് പ്ലസ് 10
പ്ലസ് ഡെൽറ്റ എക്സ് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ആവറേജ് വെലോസിറ്റി ആണ്. ഇതിൽ ഡെൽറ്റ എക്സ് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടും അറ്റ് എക്സ് നോട്ട്. When delta x is very small, that is approximately equal to 0, the average velocity becomes 2x naught plus 10. Hence, the required instantaneous velocity at the time x naught second is എന്താ പറയുക? 2x naught plus 10 meter per second. അപ്പോൾ എക്സ് നോട്ട് എന്ന ടൈമിലുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ത് വരും? 2x naught plus delta x. ദെൻ നമുക്ക് അതിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുള്ളത്, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് എപ്പോഴാണ് ആവുകയാണ്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2x naught plus 10 ആണ്. അത് ഈക്വൽ ടു 10 ആവുന്നത് ഏത് എക്സ് നോട്ട് ആണ് നമുക്ക് കാൽക്കുലേറ്റ്, അത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2x naught plus 10 ഈക്വൽ ടു 10 എപ്പോഴാണ് വരിക നോക്കണ്ട. അപ്പോൾ 2x naught എന്ത് വരും? 0 വരും. കാരണം 10 അപ്പുറം കൊണ്ടുപോകും, 10 - 10 0 വരും. 2x naught ഈക്വൽ ടു 0 വരും. ദെൻ x naught എന്ത് വരും? 0 സെക്കൻഡ്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് വരിക, ടൈം 0 ആണ്. ടൈം 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയാണ്. At the starting point, the instantaneous velocity is 10 meter per second. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ത് വരിക? 10 meter per second വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കിയത്? ആവറേജ് വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞു, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞു. ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും വെച്ചിട്ടുള്ള 2-3 എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു. അതുപോലെ നിങ്ങൾക്കായിട്ട് കുറച്ച് വർക്കും തന്നിട്ടുണ്ട്. ഓക്കെ.